ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, സ്ലീഹാകാലം 1-ാം ഞായർ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭയുടെ ഏറ്റവും വലിയ തിരുനാളുകളിലൊന്ന് ആഘോഷിക്കുകയാണ്, പന്തക്കുസ്ത തിരുനാൾ. പന്തക്കുസ്ത തിരുനാൾ ദിവസമാണ് തിരുസഭ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. സെഹിയോൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന, പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാവുകയാണ്. അതുവരെ ഭയചകിതരായി യഹൂദന്മാരെ ഭയന്ന് മുറിക്കുള്ളിൽ ഒളിച്ചിരുന്ന ഈശോയുടെ സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ധൈര്യശാലികളായിത്തീരുന്നു. അവരുടെ അതുവരെയുള്ള എല്ലാ ബന്ധനങ്ങളും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഇല്ലാതാവുകയാണ്. വിശ്വാസത്തിൽ വേണ്ട ദൃഢതയില്ലാതിരുന്ന ശിഷ്യന്മാർ ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാൻ പോലും ശക്തരായ രീതിയിൽ വിശ്വാസത്തിൽ ദൃഢതയുള്ളവരായിത്തീരുന്നു. പെന്തക്കുസ്ത തിരുനാളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത്, പെന്തക്കുസ്ത തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി സ്ലീഹന്മാർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പല ഭാഷകളിൽ സംസാരിച്ചിരുന്ന വ്യക്തികൾ സ്ലീഹന്മാരുടെ വാക്കുകൾ കേട്ടപ്പോൾ താങ്ങളുടെ ഭാഷയിൽ കേൾക്കുന്നതിനവർക്ക് സാധിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ശിഷ്യന്മാർ പ്രസംഗിച്ചപ്പോൾ അനേകർക്ക് അത് രോഗസൗഖ്യത്തിനും ജീവിത നവീകരണത്തിനും യേശുവിലുള്ള തങ്ങളുടെ വിശ്വാസം കൂടുതൽ ശക്തമാകുന്നതിനും പ്രേരകമാവുകയാണ്. പെന്തക്കുസ്ത തിരുനാളിന് യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു പശ്ചാത്തലമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3 തിരുനാളുകളിൽ ഒന്നായിരുന്നു പെന്തക്കുസ്ത തിരുനാൾ. പെന്തക്കുസ്ത തിരുനാൾ ദിവസം ലോകമെമ്പാടുമുള്ള യഹൂദർ ജെറുസലേമിൽ ഒന്നിച്ചുകൂടി ദൈവം തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത്, പ്രത്യേകമാം വിധം ദൈവം തങ്ങൾക്ക് നൽകിയ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ ദൈവം തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത്, തങ്ങളുടെ ധാന്യഫലങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ഒരവസരമായിരുന്നു യഹൂദന്മാരുടെ പെന്തക്കുസ്ത തിരുനാൾ. ആഴ്ചകളുടെ തിരുനാളെന്നാണ് അവർ ആ തിരുനാളിനെ വിളിച്ചിരുന്നത്. പെസഹ തിരുനാളിന് 50 ദിവസത്തിന് ശേഷം അവരാചരിച്ചിരുന്ന വലിയ ഒരു തിരുനാൾ. തിരുസഭയിൽ പെന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുക ഉയർപ്പ് തിരുനാളിന് 50 ദിവസത്തിന് ശേഷമാണ്. ഈശോയുടെ ഉയർപ്പ് തിരുനാളിന് 40 ദിവസത്തിന് ശേഷം ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ നാം ആഘോഷിക്കും. അതിനും 10 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഉയർപ്പ് തിരുനാളിന് 50 ദിവസങ്ങൾക്ക് ശേഷം തിരുസഭ പെന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കും. പെന്തക്കുസ്ത തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ നിരവധിയാണ്. പെന്തക്കുസ്ത തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്നു എന്നാണ് നാം വായിക്കുക. എന്താണ് ഈ തീയുടെ പ്രത്യേകത? തീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തീ തണുത്തിരിക്കുന്നതിനെ ചൂട് പിടിപ്പിക്കുന്നു ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് തീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീയുടെ ശുദ്ധീകരണ ശക്തിയാണ്. ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത അശുദ്ധമായ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന അഗ്നിയുടെ പ്രത്യേകത. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിയുമ്പോൾ സംഭവിക്കേണ്ട വലിയ ഒരനുഗ്രഹമാണിത്. അവനിലുള്ള എല്ലാ തിന്മയുടെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇല്ലാതാകുന്നു. അഗ്നി എങ്ങനെ അശുദ്ധമായതിനെയൊക്കെ കത്തി നശിപ്പിക്കുന്നുവോ, അതുപോലെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരുവനിലുള്ള അശുദ്ധിയുടെ, തിന്മയുടെ, ദൈവത്തിന് ചേരാത്ത എല്ലാവിധ ചെയ്തികളും സ്വഭാവവിശേഷങ്ങളും അഗ്നിയിലെന്നതുപോലെ ഉരുകി കത്തി ഇല്ലാതായിട്ട് തീരുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായ ദൗർബല്യങ്ങളുണ്ടാകാം. ഈശോയുടെ എല്ലാ ശിഷ്യന്മാർക്കും അവരുടേതായ ദൗർബല്യങ്ങളുണ്ടായിരുന്നു. ചിലർ ക്ഷിപ്രകോപികളായിരുന്നു, ചിലർ അലസരായിരുന്നു, ചിലർ എടുത്തുചാട്ടക്കാരായിരുന്നു, ചിലർ വിശ്വാസത്തിൽ ഒട്ടും ബലമുള്ളവരായിരുന്നില്ല. പക്ഷേ ഈ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമുണ്ടാകുമ്പോൾ അവർ പുതിയ വ്യക്തികളായിത്തീരുന്നു.
ധൈര്യമില്ലാതിരുന്നവർ ദൈവരാജ്യത്തിന് വേണ്ടി മരിക്കുവാൻ പോലും ധൈര്യമുള്ളവരായിട്ട് തീരുന്നു. വിശ്വാസത്തിൽ ഒട്ടും ആഴമില്ലാതിരുന്ന ശിഷ്യന്മാരുടെ വിശ്വാസം ഏറ്റവും ആഴമുള്ള വിശ്വാസമായിട്ട് അവരുടെ വിശ്വാസം തീരുന്നു. അലസരായിരുന്ന ശിഷ്യന്മാർ ദൈവത്തിനു വേണ്ടി സദാസമയവും കർമ്മനിരതരായിരിക്കുവാൻ, തങ്ങൾക്കുള്ള എല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നു. അധികാരത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ശണ്ട കൂടിയിരുന്ന ശിഷ്യന്മാർ അവരുടെ മനസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം അവരുടെ ഏക ചിന്ത ദൈവരാജ്യവും അവിടുത്തെ നീതിയും മാത്രമായിട്ട് തീരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടാകുന്നു. വിശുദ്ധ കൂദാശകളിൽ സ്ഥൈര്യലേപനം എന്ന കൂദാശ നാം സ്വീകരിക്കാറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഒരഭിഷേകം നമുക്ക് ലഭിക്കുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. ഞാൻ സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. പാലാരൂപതയുടെ മെത്രാനായിരുന്ന അഭിവന്യ പള്ളിക്കാപ്പറമ്പിൽ പിതാവിൽ നിന്നാണ് ഞാൻ സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിച്ചത്. ആ കൂദാശ സ്വീകരിക്കുന്ന അവസരത്തിൽ പിതാവ് എൻ്റെ കവിളത്ത് ഒരടി വെച്ച് തന്നത് ഞാൻ ഓർക്കുന്നു. അതിൻ്റെ അർത്ഥം അന്ന് എനിക്ക് മനസ്സിലായില്ല. കാലങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ആഘാതം നിനക്ക് ഞാൻ തരുന്നു. ഇനി നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള എല്ലാവിധ ആഘാതങ്ങളെയും എല്ലാവിധ പ്രതിസന്ധികളെയും എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും നേരിടുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നിനക്ക് തരട്ടെ എന്നാണ് ആ ആഘാതം തന്നതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, പെന്തക്കുസ്താ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരം നമ്മുടെ ജീവിതത്തിലും വലിയ ഒരു നവീകരണത്തിന് കാരണമാകട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാൻ തൻ്റെ അടുക്കൽ സ്നാനം സ്വീകരിക്കുവാൻ വരുന്ന വ്യക്തികളോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എൻ്റെ പിറകെ വരുന്നവൻ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. അവൻ അഗ്നി കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും നിങ്ങൾക്ക് സ്നാനം നൽകും. പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള ആ സ്നാനം നിറവേറുക പെന്തക്കുസ്താ തിരുനാൾ ദിവസമാണ്. പെന്തക്കുസ്താ തിരുനാൾ നമ്മുടെ മനസ്സിലേക്ക് മറ്റ് അനേകം ചിന്തകൾ വയ്ക്കുന്നുണ്ട്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളുണ്ടാകും, യുവാക്കൾക്ക് ദർശനമുണ്ടാകും. പ്രവചിക്കുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം വഴി ലഭിക്കുന്ന വലിയൊരു ദാനമാണ്. വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത്ഭുതമായിട്ട് വേണം നാം കാണുവാൻ. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അവൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളൊക്കെ അവസാനിക്കുന്ന വ്യക്തിയാണ് വൃദ്ധൻ. എല്ലാം അവസാനിക്കാറായി, ഇനി ഞാൻ ഈ ലോകം വിടുക എന്ന ചിന്ത മാത്രമായിട്ട് കഴിയുന്ന വ്യക്തികളായിട്ട് വൃദ്ധന്മാരെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വൃദ്ധന്മാർക്ക് സ്വപ്നമുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ല എന്ന് കരുതുന്ന അവസരങ്ങളിലും സ്വപ്നം കാണുവാൻ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമെന്ന പ്രത്യേക ഒരു സന്ദേശം പെന്തക്കുസ്താ തിരുനാളിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിലെ പൊള്ളുന്ന അനുഭവങ്ങളിലൂടെ, കൈപ്പേറുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നാം കരുതും എല്ലാം അവസാനിക്കാറായി. നമ്മുടെ മനസ്സ് വൃദ്ധരായ മനസ്സിൻ്റെ അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുകയാണ്. പക്ഷേ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും അവസാനിക്കുന്നു എന്ന് നീ കരുതുന്ന അവസരത്തിലും നിനക്ക് സ്വപ്നം കാണുവാനുള്ള അവസരമുണ്ട്. യുവാക്കന്മാർക്ക് ദർശനമുണ്ടാകുമെന്നാണ് പറയുന്നത്. യുവാക്കന്മാരെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്, യുവാക്കന്മാർ താൻ തോന്നികളായിട്ട് നടക്കുന്നവരാണ് എന്ന ചിന്ത ചില ചിന്താഗതികളിലെങ്കിലുമുണ്ട്. യുവാക്കന്മാർക്ക് ദർശനമുണ്ടാവുക എന്ന് പറഞ്ഞാൽ യുവാക്കന്മാർ അവരുടെ പ്രായത്തിൽ കവിഞ്ഞ വിവേകത്തോടുകൂടി, അവരുടെ പ്രായത്തിൽ കവിഞ്ഞ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതാണ് അവർക്ക് ദർശനമുണ്ടാവുക എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഓർക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ദാനമാണ് വിവേകമുണ്ടാകുക എന്നത്. ഈശോ പറയുന്നുണ്ട്,
നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരാവുക, അതുപോലെ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകമതികളുമായിട്ട് തീരുക. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ദാനമാണ് വിവേകവും വിശുദ്ധിയും. വിവേകവും വിശുദ്ധിയും വിജ്ഞാനവുമുള്ള വ്യക്തികളെയാണ് ഇന്ന് സഭയ്ക്കാവശ്യം, ദൈവത്തിനാവശ്യം. പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ഒരു വ്യക്തി, അവൻ ഏത് അവിശുദ്ധ മാർഗങ്ങളിലൂടെ ഇതുവരെ ചരിച്ച വ്യക്തിയായിരുന്നാലും അവൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ അവൻ പൂരിതനാകുമ്പോൾ അവൻ വിശുദ്ധിയുള്ള വ്യക്തിയായിട്ട് തീരുന്നു. ഇതുവരെ വിവേകമില്ലാതെ പ്രവർത്തിച്ച വ്യക്തി വിവേകമുള്ള വ്യക്തിയായിട്ട് തീരുന്നു. വിജ്ഞാനമില്ലാത്ത വ്യക്തിക്ക് ദൈവത്തിൻ്റെ ദാനമായ വിജ്ഞാനം ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വിശുദ്ധരും വിവേകികളും വിജ്ഞാനികളുമായ വ്യക്തികളായിത്തീരുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ പെന്തക്കുസ്താ തിരുനാൾ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ എല്ലാ നിമിഷവും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ പൂരിതരായ ശിഷ്യന്മാർ പ്രസംഗിച്ചു കഴിയുമ്പോൾ എല്ലാ മനുഷ്യരും താങ്ങളുടെ ഭാഷയിൽ കേട്ടുവെന്ന് നാം വായിക്കുന്നു. ഇതിനെ നാം ദൈവത്തെ തോൽപ്പിക്കുവാനായിട്ട് ബാബേൽ ഗോപുരം പണിത മനുഷ്യരുടെ കഥയുമായിട്ട് നാം കൂട്ടി വായിക്കേണ്ടതുണ്ട്. ബാബേൽ ഗോപുരം നിർമ്മിക്കുവാനായിട്ട് ശ്രമിച്ച വ്യക്തികളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ദൈവത്തെ തോൽപ്പിക്കുവാൻ സാധിക്കുന്ന, ദൈവത്തേക്കാൾ വലിയവരാണ് തങ്ങളെന്ന് എന്ന ചിന്തയിലേക്ക് തങ്ങളെ നയിക്കുന്ന, സ്വർഗം വരെ മുട്ടുന്ന ഒരു ഗോപുരം പണിയുക. പക്ഷേ അവരുടെ ശ്രമങ്ങൾ വൃഥാവിലാവുകയാണ്. അവരുടെ ഭാഷകൾ, ഏകഭാഷ സംസാരിച്ചിരുന്ന അവരുടെ ഭാഷ ഛിന്ന ഭിന്നമാവുകയാണ്. ഒരു വ്യക്തി സംസാരിക്കുന്നത് വേറൊരാൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവരുടെ ഇടയിൽ കലഹവും അനൈക്യവും ഉണ്ടാകുന്നു. എന്നാൽ പെന്തക്കുസ്താ തിരുനാൾ ദിവസത്തിൽ ശ്ലീഹന്മാർ അവരുടെ ഭാഷകളിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാവരും താങ്ങളുടെ ഭാഷയിൽ കേൾക്കാനിടയാകുന്നു. ഭാഷകൾ ഭിന്നിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനൈക്യമുണ്ടാവുക, മനസ്സിന് യോജിപ്പില്ലാതാവുക, കലഹമുണ്ടാവുക എന്നൊക്കെയാണ്. എന്നാൽ എല്ലാ ഭാഷകളും ഒന്നാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ, ദൈവത്തിൻ്റെ അരൂപിയിൽ അവരൊന്നിക്കുന്നുവെന്നാണ്. ഏറ്റവും വലിയ ഭാഷ എന്നത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ആ സ്നേഹത്തിൻ്റെ ഭാഷ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഭാഷയാണ്. ഏറ്റവും വലിയ ഭാഷ ഐക്യത്തിൻ്റെ ഭാഷയാണ്, അനുരഞ്ജനത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് ഇന്ന് പെന്തക്കുസ്താ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നിലുള്ള എല്ലാ അശുദ്ധിയും അങ്ങ് ഇല്ലാതാക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ അനൈക്യമുണ്ടെങ്കിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ കൂട്ടായ്മയില്ലെങ്കിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ കലഹങ്ങളുണ്ടെങ്കിൽ, കർത്താവായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ സ്നേഹത്തിലും കൂട്ടായ്മയിലും ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കൂട്ടായ്മകളിൽ, ഞങ്ങളുടെ ഇടവക സമൂഹത്തിൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേക്ക് ചേരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്തുമാറ്റി പുതിയ വ്യക്തികളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ പൂരിതരായി പുതിയ വ്യക്തികളായി, തേജസാർന്ന സമൂഹമായി, വിശുദ്ധിയും വിവേകവും വിജ്ഞാനവുമുള്ള ഒരു ദൈവജനമായി മാറുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.